എന്തുകൊണ്ടാണ് പെട്ടെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഒരു പാകിസ്ഥാൻ സ്നേഹമെന്ന് മനസ്സിലായത്? പാക് സൈനിക മേധാവി യാസിം മുനീറിനെ ന്യൂയോർക്കിലേക്ക് തിരക്കിട്ട് വിളിപ്പിക്കുന്നു. ഒന്നല്ല, രണ്ട് മൂന്ന് തവണ തിരക്കിട്ട ചർച്ചകൾ നടത്തുന്നു. പാകിസ്ഥാനിൽ എണ്ണ കുഴിച്ചെടുക്കുന്നതിന് അമേരിക്ക വക കൈയച്ചുള്ള സഹായം വാഗ്ദാനം ചെയ്യുന്നു. എന്നിട്ട് ഇന്ത്യയോട് ഒരു ഭീഷണിയും ട്രംപ്, ഭാവിയിൽ ഇന്ത്യയും ഇതേ പാകിസ്ഥാനിലെ എണ്ണ വാങ്ങേണ്ടി വരുമെന്ന്. അതിന് വ്യക്തമായ മറുപടി ഇന്ത്യ കൊടുത്തു കഴിഞ്ഞു. ഇന്ത്യക്ക് ആ എണ്ണ വേണ്ട എന്ന്. എന്തിനായിരുന്നു ട്രംപ് ഇത്ര തിരക്കിട്ട് പാകിസ്ഥാനെ സ്നേഹിച്ചു തുടങ്ങിയതും അവർക്ക് ധനസഹായമടക്കം വാഗ്ദാനം ചെയ്തതും? ട്രംപിന്റെ ഒരേ ഒരു ലക്ഷ്യം തൊട്ടപ്പുറത്ത് കിടക്കുന്ന ബാഗ്രാം വ്യോമത്താവളം. അമേരിക്കയുടെ അഫ്ഗാൻ അധിനിവേശ കാലത്ത് 2 പതിറ്റാണ്ടോളം അമേരിക്കക്കാർ സുരക്ഷിത താവളമായി ഉപയോഗിച്ചു വന്ന ബാഗ്രാം വ്യോമത്താവളം അവിടെ നിന്നും പുറത്തിറങ്ങിയാൽ താലിബാൻകാർ തട്ടും. അതുകൊണ്ട് അമേരിക്കൻ സേന ഒരു ഓപ്പറേഷൻ നടപ്പാക്കുന്നതിന് മാത്രമായിരുന്നു അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരുന്നത്. 2021 താലിബാൻ സായുധ സേന കാബൂൾ പിടിച്ചടക്കുമെന്ന് ഉറപ്പായപ്പോൾ ഒരൊറ്റ രാത്രി കൊണ്ട് ഉള്ളതെല്ലാം ഇട്ടെറിഞ്ഞ് പീരങ്കികളും ടാങ്കുകളും അടക്കം അവിടെ ഉപേക്ഷിച്ചിട്ട് വിമാനങ്ങളിൽ അമേരിക്കൻ സേന രക്ഷപ്പെട്ടതാണ് അവിടെ നിന്ന്. ആ തന്ത്രപ്രധാനമായ താവളം തിരിച്ചെടുക്കുന്നതിനുള്ള മറ്റൊരു നീക്കത്തിലാണ്, തീവ്ര ശ്രമത്തിലാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ്. അതുതന്നെയാണ് ട്രംപിന്റെ ഇപ്പോഴത്തെ പാകിസ്ഥാൻ സ്നേഹത്തിന് കാരണം. കാരണം പാകിസ്ഥാന്റെ തൊട്ട അതിർത്തിയിലാണ് ഈ അഫ്ഗാനിലെ വ്യോമത്താവളം. ഏഷ്യൻ രാജ്യങ്ങൾക്കിടയിൽ ട്രംപിനൊരു വ്യോമത്താവളം വേണ്ടിയേ തീരൂ. പാകിസ്ഥാൻ തൽക്കാലം അത് തങ്ങളുടെ മണ്ണിൽ അനുവദിക്കില്ല. അങ്ങനെ വന്നാൽ തങ്ങളുടെ രാജ്യത്തുള്ള ഭീകര കേന്ദ്രങ്ങളും ഭീകര പരിശീലന കേന്ദ്രങ്ങളും എന്ത് ചെയ്യുമെന്നാണ് ചോദ്യം. അപ്പോൾ തൊട്ടടുത്തുള്ള അഫ്ഗാനിസ്ഥാനിലുള്ള താവളം മതിയെന്ന് അമേരിക്കയും അങ്ങ് തീരുമാനിച്ചു. അത് പിടിച്ചെടുക്കാനുള്ള കളികളാണ് ഇപ്പോൾ ഇന്ത്യക്ക് മുന്നിലായി നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ തങ്ങളുടെ ബാഗ്രാം വ്യോമത്താവളം തിരിച്ചു പിടിക്കാൻ അമേരിക്ക നടത്തുന്ന ഏതൊരു ശ്രമത്തെയും ചെറുത്ത് തോൽപ്പിക്കുമെന്നാണ് താലിബാൻ ഭരണകൂടത്തിന്റെ പ്രഖ്യാപനവും. ഓർക്കണം, താലിബാൻ ഭരണകൂടവും ഇന്ത്യയുമായി ഒരു തർക്കത്തിനുമില്ല. ഇന്ത്യയുമായി ഇപ്പോൾ സൗഹൃദ നിലപാടിലാണ് താലിബാൻ. അമേരിക്കയെ സഹായിക്കാൻ ശ്രമിച്ചാൽ പാകിസ്ഥാനെയും വെറുതെ വിടില്ലെന്ന് താലിബാൻ സർക്കാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പാകിസ്ഥാനിൽ കനത്ത ആക്രമണം നടത്തുമെന്ന സൂചനയാണ് നൽകുന്നത്. കാരണം പാകിസ്ഥാന് അത് പുത്തരിയൊന്നുമല്ല. ഇതിനു മുമ്പും പാകിസ്ഥാൻ താലിബാൻ സേനയെ ചൊറിഞ്ഞു അതിർത്തിയിൽ. തിരിച്ചവർ കാര്യമായി പണി കൊടുക്കുകയും ചെയ്തിരുന്നു. പാകിസ്ഥാൻ അതുകൊണ്ട് തന്നെ താലിബാനോട് ഒരു കലിയുണ്ട്. ഇന്ത്യയിൽ നിന്നും മോദി സർക്കാർ അയച്ച ഭക്ഷ്യധാന്യങ്ങൾ അഫ്ഗാനിലേക്ക് പോകണമെങ്കിൽ അത് റോഡ് മാർഗം പാക് അതിർത്തിയിലൂടെ, പാക് മണ്ണിലൂടെ വേണം പോകാൻ. പാകിസ്ഥാൻ ഇന്ത്യക്ക് മുന്നിൽ തങ്ങളുടെ ഇന്ത്യൻ ട്രക്കുകൾക്ക് മുന്നിൽ തങ്ങളുടെ ആ അതിർത്തി ഗേറ്റുകൾ അടച്ചുപൂട്ടി. ഒടുവിൽ താലിബാൻ കടുത്ത സമ്മർദ്ദം ചെലുത്തിയപ്പോഴാണ് ആ ഗേറ്റുകൾ തുറന്നു കൊടുത്തതും ഇന്ത്യൻ വാഹനങ്ങൾ, ഗോതമ്പടക്കമുള്ള ഭക്ഷ്യധാന്യങ്ങൾ കയറ്റിയ വാഹനങ്ങൾ താലിബാനിലേക്ക് എത്തിയതും അഫ്ഗാനിലേക്ക് എത്തിയതും. ഇപ്പോഴിതാ വ്യോമത്താവളത്തിന് വേണ്ടി അഫ്ഗാനിൽ US കനത്ത ആക്രമണം നടത്താൻ സാധ്യതയുണ്ടെന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടാണ് വരുന്നത്. അങ്ങനെ ആക്രമണം നടത്തിയാൽ ഒരു പൂർണ്ണ യുദ്ധത്തിന് തങ്ങൾ തയ്യാറാണെന്നാണ് ഇപ്പോൾ താലിബാൻ സേന പറയുന്നത്. കാണ്ഡഹാറിൽ താലിബാൻ ഉന്നതതല യോഗം ചേർന്ന ശേഷമാണ് ഈ തീരുമാനം. വളരെ നിർണായകമായ തീരുമാനം. 20 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും, അല്ലെങ്കിൽ 20 വർഷത്തിന് മുമ്പ് അഫ്ഗാനിസ്ഥാനിൽ ഇറങ്ങി ഈ ബാഗ്രാം വ്യോമത്താവളം അമേരിക്ക പിടിച്ചെടുക്കുകയും 2021 അത് വിട്ടുപേക്ഷിച്ച് പോകുകയുമായിരുന്നു. വീണ്ടും ആ വ്യോമത്താവളം പിടിച്ചെടുക്കാൻ അമേരിക്ക ശ്രമിച്ചാൽ അന്നത്തെ താലിബാന്റെ കരുത്തായിരിക്കില്ല ഇന്ന് അമേരിക്ക അറിയാൻ പോകുന്നത് എന്നാണ് അവരുടെ മുന്നറിയിപ്പ്. ബാഗ്രാം വ്യോമത്താവളം വിട്ടു നൽകില്ലെന്നും തങ്ങളുടെ പരമാധികാരവും അതിർത്തി സുരക്ഷയും താലിബാന് പ്രധാനമാണെന്നുമാണ് സർക്കാർ ആവർത്തിക്കുന്നത്. താലിബാന്റെ പരമോന്നത നേതാവ് ഹിസ്ബത്തുള്ള അഖുന്ദ്സാദയുടെ നേതൃത്വത്തിലാണ് യോഗം ചേർന്നതും അമേരിക്കക്കെതിരെ ഏതൊരു ആക്രമണത്തെ നേരിടാൻ തയ്യാറായിരിക്കാൻ സൈന്യത്തിൽ ആഹ്വാനം ചെയ്തത്. താലിബാനെ ആക്രമിക്കാൻ US പാക് മണ്ണ് നൽകിയാൽ തിരിച്ചടി അതിരൂക്ഷമായിരിക്കുമെന്നും തങ്ങളൊരു പൂർണ്ണ യുദ്ധത്തിന് പാകിസ്ഥാനുമായും തയ്യാറാണെന്നും താലിബാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഡൊണാൾഡ് ട്രംപ് അഫ്ഗാനിസ്ഥാനിലെ ബാഗ്രാം വ്യോമത്താവളം തിരിച്ചുപിടിക്കുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അഫ്ഗാനിസ്ഥാനിലെ സേനയും മുന്നൊരുക്കങ്ങൾ തുടങ്ങിയിരുന്നു. ഈ വ്യോമത്താവളം നിലവിൽ താലിബാൻ സേന ഉപയോഗിച്ചു വരികയാണ്. താലിബാൻ ഇത് വിട്ടു നൽകിയില്ലെങ്കിൽ മോശം അനുഭവം ഉണ്ടാകുമെന്നാണ് ലണ്ടനിൽ സന്ദർശനത്തിനിടെ ട്രംപ് പറഞ്ഞത്. ഈ സാഹചര്യത്തിലാണ് താലിബാൻ വീണ്ടും യോഗം ചെന്നതും കടുത്ത പ്രതിരോധം നടത്താനായി തീരുമാനമെടുത്തതും. അഫ്ഗാനിസ്ഥാനിലെ US ഏറ്റവും വലിയ സൈനിക കേന്ദ്രമായിരുന്ന ബാഗ്രാം കാബൂളിന് 50 കിലോമീറ്റർ വടക്ക് സ്ഥിതി ചെയ്യുന്ന ഒരു എയർബേസാണ്. അമേരിക്കയുടെ പ്രധാന സൈനിക കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു. 2021 വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണം തുടർന്ന് അഫ്ഗാനിൽ അധിനിവേശം നടത്തിയ അമേരിക്കൻ സേന
ഈ വ്യോമത്താവളം പിടിച്ചെടുക്കുകയും തങ്ങളുടെ ആസ്ഥാനമായി ഉപയോഗിച്ചു വരികയുമായിരുന്നു. അന്ന് ഭീകരതയ്ക്കെതിരായി യുദ്ധമെന്ന് അമേരിക്കൻസ് വിളിച്ചിരുന്ന 2 പതിറ്റാണ്ട് കാലത്തെ തേർവാഴ്ചയിൽ ആയിരക്കണക്കിന് ആളുകളെയാണ് ഈ ബാഗ്രാം വ്യോമത്താവളത്തിലേക്ക് അറസ്റ്റ് ചെയ്ത് തടങ്കലിലേക്ക് കൊണ്ടുവന്നത്. വിചാരണയോ ഒന്നും കൂടാതെ US സേന ഇവരെ ഇവിടെ പീഡിപ്പിച്ചതായി വ്യാപകമായ റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു. ഒടുവിൽ 2021 അന്നത്തെ അഫ്ഗാൻ സർക്കാർ താഴെ വീണപ്പോൾ താലിബാൻ ഈ സൗകര്യം തിരിച്ചു പിടിച്ചു. കഴിഞ്ഞ ആഴ്ചയാണ് എയർബേസ് സ്വന്തമാക്കാനായിട്ട് ട്രംപിന്റെ ഒരു ആഗ്രഹം പുറത്തു വന്നത്. അപ്പോൾ തന്നെ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ മണത്തു ഇത് അമേരിക്ക പാകിസ്ഥാൻ വഴി താലിബാനിലേക്കുള്ളൊരു പാലമിടുകയാണെന്ന്. താലിബാൻ സർക്കാരിന്റെ ക്ഷേമത്തിനായല്ല, താലിബാനെ നശിപ്പിച്ച് പാകിസ്ഥാൻ അടുത്ത് വന്ന് ഒരു എയർബേസ് ഉണ്ടാക്കി ഏഷ്യയിലെ ഉള്ള സമാധാനവും കൂടി കളയാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് ചെയ്തു വന്നതെന്ന് ഇന്ത്യക്ക് വ്യക്തമായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ തൽക്കാലം ഈ ഒരു വിഷയത്തിൽ ഇടപെടാത്തതും. എന്നാലും പാകിസ്ഥാനെ സഹായിക്കുന്ന ഏതൊരു അമേരിക്കൻ നീക്കത്തെയും കടുത്ത രീതിയിൽ തന്നെ പ്രതിരോധിക്കാൻ ഇന്ത്യ തീരുമാനിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് ഡൊണാൾഡ് ട്രംപിന്റെ ഈ ബാഗ്രാം വിമാനത്താവളം വീണ്ടും തിരിച്ചു പിടിക്കാനുള്ള മോഹം തൽക്കാലത്തേക്ക് നടക്കില്ല. വേണമെങ്കിൽ ട്രംപിന് ആ വ്യോമത്താവളം തങ്ങളുടെ ബോംബർ വിമാനങ്ങൾ ഉപയോഗിച്ച് ബോംബിട്ട് നശിപ്പിക്കാം. അല്ലാതെ അവിടെ US വിമാനങ്ങൾക്ക് ഇറങ്ങാമെന്ന് ഒട്ടും പ്രതീക്ഷിക്കേണ്ട, അങ്ങനെ വ്യാമോഹിക്കുകയേ വേണ്ട എന്നാണ് താലിബാൻ സർക്കാർ ഇപ്പോൾ US-നോട് തുറന്നു പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച